ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലഞ്ച് ബോക്സ് റെസിപ്പിയും അതുപോലെ തന്നെ ഒരു ഈസി മട്ടൺ കുറുമ, സ്പെഷ്യൽ വൈറ്റ് മട്ടൺ കുറുമയുടെ റെസിപ്പിയും കൂടെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ആരും മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് ഫരിയയ്ക്ക് ലഞ്ച് ബോക്സിന് വെച്ച് കൊടുത്തിരിക്കുന്നത് കുറച്ച് ജൂലിയൻ കട്ട് ക്യാരറ്റ്സ്, പിന്നെ കുറച്ച് നട്ട്സ്, പിന്നെ ടൊമാറ്റോ ചട്നി ആൻഡ് കുഞ്ഞു ദോശ, ഇതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആൾക്ക് ദോശ, ഇഡ്ഡലി, ആപ്പം ഇതൊക്കെ ടൊമാറ്റോ ചട്നിയുടെ കൂടെ ഭയങ്കര ഫേവറേറ്റാണ്. ഞാൻ സ്നാക്സിന് വെച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കേക്കും പിന്നെ അതേപോലെ തന്നെ ആപ്പിൾസ് ഫ്രഞ്ച് ഫ്രൈസ് പോലെ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫ്രൈസ് ആപ്പിൾ എന്നാണ് പറയുക. അപ്പോൾ അതാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ഉച്ചയ്ക്കുള്ളതും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ ഐറ്റംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗീ റൈസ് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് മട്ടൻ കുറുമ ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു കുക്കറിലോട്ട് കുറച്ച് ഓയിലും കുറച്ച് ഗീയും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോൾ സ്പൈസസ് ആഡ് ചെയ്തു. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓണിയൻസും കൂടെ ആഡ് ചെയ്യണം. പിന്നെ ഈ റൈസിലേക്ക് വേണ്ട ചില്ലി, എരിവിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഒരു 2-3 മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കറി ലീവ്സ് ആഡ് ചെയ്തിട്ട് നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കറി ലീവ്സ് ഉള്ളതുകൊണ്ട് ആഡ് ചെയ്താണ്, ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊതിന കൂടെ ആഡ് ചെയ്തു. ഞാൻ ഡയറക്റ്റായിട്ട് റൈസ് ഓയിലിലോട്ടാണ് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ്സ് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഒരു വിസിൽ അത്ര കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ സോൾട്ട് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് സോൾട്ടൊക്കെ ആഡ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമ്മൾ വിസിലിടാൻ പോവാണ് കേട്ടോ. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ഓൾറെഡി നന്നായിട്ട് സോക്ക് ചെയ്ത റൈസാണ്, അതുപോലെ തന്നെ കറക്റ്റ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരുപാട് വിസിലിട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മട്ടൺ കുറുമയിലേക്ക് വേണ്ട പ്രിപ്പറേഷൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഈ കോക്കനട്ട് അതിൻ്റെ പുറകിലുള്ള ആ ബ്രൗൺ കളറ് നല്ലപോലെ പീൽ ചെയ്തെടുത്തതിന് ശേഷം വൈറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ആ ഒരു കളർ ചേഞ്ച് വരണ്ടാന്ന് വെച്ചിട്ടാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊതിന ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എരിവിനുള്ള പച്ചമുളകും കൂടെ. അപ്പോൾ ഇത് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നോർമലി നമ്മൾ മട്ടണിലേക്ക് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ കുറച്ച് ഓയിലും കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗീ ഓപ്ഷണൽ മാത്രമാണ്. പിന്നെ ഒരു പട്ട, ഗ്രാമ്പു, ഏലക്ക ഇതൊക്കെ ഒരു 3 പീസ് വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഓണിയൻ, കറി ലീവ്സ് ഇത് ആഡ് ചെയ്തു. നല്ലപോലെ സോട്ട് ചെയ്യുക. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കിലോ മട്ടൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു ഓണിയൻ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത്ര ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതെല്ലാം നല്ലപോലെ സോട്ടായി വന്നതിന് ശേഷം നമ്മൾ മട്ടൺ ആഡ് ചെയ്തിട്ട് ആ ഓയിലിൽ തന്നെ നല്ലപോലെ സോട്ട് ചെയ്തെടുക്കുക. നല്ലപോലെ സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് വേണ്ട പൊടികൾ കുറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ആ ഓയിലിൽ കിടന്നിട്ട് തന്നെ നല്ലപോലെ ഫ്രൈ ആയി വരുന്നവരെ സോട്ട് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണാണ് മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പെപ്പർ പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂണ്, അതുപോലെ തന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ അത്രയും മതിയാവും. നല്ലപോലെ ഫ്രൈ ചെയ്യണം. അതിനുശേഷം ഒരു കുഞ്ഞു ടൊമാറ്റോ, മീഡിയം അല്ല സ്മോൾ ടൊമാറ്റോ ആഡ് ചെയ്താൽ മതി. 1/4 കിലോയേ ഉള്ളതുകൊണ്ടാണ്. അതിനുശേഷം നമ്മളൊരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് മല്ലിപ്പൊതിന കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മട്ടൺ കുക്ക് ചെയ്യാം. കുക്ക് ചെയ്തതിന് ശേഷം അതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്യാൻ വയ്ക്കാൻ. അപ്പോൾ ഇതൊരു 20 മിനിറ്റ്സ് എടുക്കും വേകാനായിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഗീ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ഗീ റൈസായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊരു കാസറോളിലോട്ട് മാറ്റുകയാണ്. കാരണം മട്ടൺ നമുക്ക് 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാനായിട്ട് ടൈമില്ല. അപ്പോൾ ഞാൻ ഈ കുക്കറിൽ തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉള്ളത് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കുകയാണ്. കാരണം അതിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ ടൈം എടുക്കുമ്പോൾ അത് ഓവർലോഡായി പോവും. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വാഷിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഞാൻ മട്ടൺ കുക്കറിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ അതും നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിലോട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ നമ്മൾ ഒരു കുഞ്ഞു പൊട്ടറ്റോ കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിട്ടിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നേരത്തെ പൊട്ടറ്റോ ആഡ് ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് വെന്ത് പോകും, അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. തുടർന്നുള്ള വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.